അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ അറബി വ്യാകരണത്തിലെ 12ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അത് അദ്ദർഫ് എന്ന് പറയുന്ന അൽവർഫ് എന്ന് പറയുന്ന പാഠമാണ്. പാഠത്തിൻ്റെ ലക്ഷ്യം ഈ പാഠത്തിലൂടെ ലർഫ് എന്താണെന്നും ലർഫ് എന്താണെന്നും അതിൻ്റെ പ്രധാന രണ്ട് വിഭാഗങ്ങളായ ലർഫു സമാനും, അതായത് ലർഫ് കാലത്തിനെ കുറിച്ച് പറയുന്ന, പിന്നെ ലർഫുൽ മക്കാനും സ്ഥലത്തെക്കുറിച്ച് പറയുന്ന ലർഫും. അപ്പം ലർഫ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന് ലർഫുൽ സമാൻ, രണ്ട് ലർഫുൽ മക്കാൻ. ഓക്കെ, ലർഫ് രണ്ടെണ്ണം, സമാനും മക്കാൻ. എന്താണ് ലർഫ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലർഫ് എന്നത് ഒരു പ്രവൃത്തി, ഒരു വർക്ക്. എപ്പോൾ എന്ന് പറഞ്ഞ സമയമാണല്ലോ. ലർഫ് അല്ലെങ്കിൽ എവിടെ സ്ഥലമാണല്ലോ, നടന്നു എന്ന് വ്യക്തമാക്കുന്ന നാമങ്ങളാണ്. അപ്പോൾ ലർഫ് സമാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അതുപോലെ തന്നെ ലർഫ് പിന്നെ മക്കാൻ, ലർഫ് മക്കാനാണ് സ്ഥലം. ലർഫ് സമാൻ എന്ന് പറഞ്ഞാൽ ഈ കാലം, സമയമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് അർത്ഥം. ഉദാഹരണത്തിലേക്ക് നമുക്ക് ഒന്ന് കിടക്കാം. ജലസ്തു അമാമ അൽ ബൈത്തി. ജലസ്തു ഞാനിരുന്നു. എവിടാണ് ഇരുന്നത്? അമാമ മുമ്പിലാണ്. അപ്പോൾ അമാമ എന്നുള്ള എന്താണ്? സ്ഥലമാണ്. അമാമ എവിടെ? അൽ ബൈത്തി, വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇവിടെ സ്ഥലം സൂചിപ്പിക്കുന്ന ലർഫ് അമാമയാണ്. അമാമ എന്ന് പറഞ്ഞാൽ എവിടെ, മുമ്പിൽ എന്നർത്ഥം കിട്ടും. അപ്പോൾ നമുക്ക് സ്ഥലം സൂചിപ്പിക്കുന്ന ലർഫ് കിട്ടി. ഇനി അടുത്തത് അസാഫിറൽ ഒദ്ദ. അസാഫിറ ഒദ്ദ എന്ന് പറഞ്ഞാൽ നാളെ. ഞാൻ നാളെ യാത്ര ചെയ്യും. അപ്പോൾ നമുക്ക് സമയം കിട്ടിയത് നാളെ. ഒദ്ദ എന്ന് പറഞ്ഞാൽ സമയം സൂചിപ്പിക്കുന്ന ലർഫാണ്. അപ്പോൾ സമയം സൂചിപ്പിക്കുന്ന ലർഫുണ്ട്, സ്ഥലം സൂചിപ്പിക്കുന്ന ലർഫുണ്ട് എന്നർത്ഥം. ലർഫുൽ സമാനിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പ്രവൃത്തി എപ്പോൾ നടന്നു എന്ന് കാണിക്കുന്നു, എപ്പോഴാണ് നടന്നത് എന്ന് കാണിക്കുന്നു. ഉദാഹരണം: അല്യോ ഇന്ന്, ഓദ നാളെ, അംസ് ഇന്നലെ, സ്വബാഹ് സ്വബയ്ക്ക് രാവിലെ, മസാൽ വൈകുന്നേരം, ലൈൽ രാത്രി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇന്ന്, നാളെ, ഇന്നലെ, രാവിലെ, വൈകുന്നേരം, രാത്രി എന്നൊക്കെ പറയുന്നത് എന്താണ്? സമയങ്ങളാണ്. അപ്പോൾ ലർഫ് പിന്നെ എന്താ കിട്ടുക? നമുക്ക് സമാനാണ് കിട്ടുക. സമയം കാണിക്കുന്നതിന് സമാൻ. അപ്പോൾ ഉദാഹരണം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ദഹബത്ത ഇലൽ മസ്ജിദി സുബാഹൻ. ദബഹത്ത എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോയി. ദബഹത്ത പോയി, ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക്. എപ്പോഴാണ് പോയത്? സമയം സുബാഹൻ, രാത്രിയാണ് പോയത്. ഇനി ലർഫ് മക്കാനിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. പ്രവൃത്തി എവിടെ നടന്നു എന്ന് കാണിക്കുന്നു. എവിടെയാണ് പ്രവൃത്തി നടന്നതെന്ന് കാണിക്കാനാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എവിടെ സ്ഥലമാണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം നമുക്ക്. അമാമ മുമ്പിൽ, പിന്നെ ഹലഫ പിറകിൽ, ഫൗക്ക മുകളിൽ, തെഹ്ത താഴെ, ഇന്ത അടുത്ത്, ബൈന ഇടയിൽ. അപ്പം മുന്നിൽ, പിന്നിൽ, മുകളിൽ, താഴെ, അടുത്ത്, ഇടയിൽ എന്ന് പറയുന്ന വാക്കുകളൊക്കെ തന്നെ എന്താണ്? സ്ഥലമാണ് കാണിക്കുന്നത്. മുന്നിൽ സ്ഥലമാണല്ലോ, പിന്നിൽ സ്ഥലമാണല്ലോ, മുകളിൽ സ്ഥലമാണല്ലോ, താഴെ സ്ഥലമാണ്, അടുത്ത് സ്ഥലമാണ്, ഇടയിൽ രണ്ടാളെ ഇടയിൽ അത് സ്ഥലമാണ്. മനസ്സിലായി?
അപ്പോൾ ഇതാണ് ലൊർഫുൽ മഖാൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പ്രവേശിക്കുക. അൽ കിതാബു ഫൗക്കൽ മക്തബി, പുസ്തകം മേശയുടെ മുകളിലാണ്. അൽ കിതാബ് പുസ്തകം, ഫൗക്ക മേലെ, എന്തിൻ്റെ? മക്തബ് മേശയുടെ. അപ്പോൾ പുസ്തകം മേശയുടെ മുകളിലാണ് നമുക്ക് ഇങ്ങനെ പറയാം. മനസ്സിലായില്ലേ? അൽ കിതാബ് ഫൗക്കൽ മക്തബ്. ഇനി പ്രധാന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ലൊർഫ് സാധാരണയായി നസ്ബ് രൂപത്തിലാണ് വരുന്നത്. എല്ലാ ലൊർഫും പരിശോധിച്ചാൽ അത് നസ്ബാണ് അഥവാ മൻസൂബാണ്. ഫതഹാണ് അതിൻ്റെ ഇറാബ്. ഫതഹിൽ ആണ് എന്ത് വരിക? ദർഫ് സാധാരണയായിട്ട് വരിക. എല്ലാ ദർഫും മക്കാനായാലും സമാനായാലും നസ്ബിലാണ് വരിക ദർഫാണെങ്കിൽ. ലർഫിന് ശേഷം വരുന്ന നാമം ജറായിരിക്കും. ലർഫിന് ശേഷം മക്കാൻ്റെയും അതുപോലെ തന്നെ സമാനിൻ്റെയും പറകിൽ വരുന്ന രണ്ടാമത്തെ നാമത്തിന് ജറുണ്ടായിരിക്കും അഥവാ കെസറുണ്ടായിരിക്കും. ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. അമാമൽ ബൈത്തി, അമാമ മുമ്പിൽ, ബൈത്തി വീട്ടിൻ്റെ. അപ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ പറയും? അമാമൽ ബൈത്തി. പിന്നെ ഫൗക്കൽ തൊവീല. ഫൗക്കൽ തൊവീല എന്ന് പറഞ്ഞില്ല, ആ ഫൗക്കൽ തൊവീലെത്തി എന്നാണ് പറയേണ്ടത്. കാരണം അത് ജറായിട്ടാണ് വരേണ്ടത്. അതുപോലെ തന്നെ അമാമൽ ബൈത്തി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പരിശീലനം എന്താണെന്ന് വെച്ചാൽ താഴെ പറയുന്ന വാക്യങ്ങളിൽ ലർഫ് കണ്ടെത്തുക. ലർഫ് സമാനമുണ്ട്, ലർഫ് മക്കാനുമുണ്ട്. അപ്പോൾ ഇവിടെ ജലസ്തു തെഹ്ത ഷജറത്തി, ജലസ്തു ഇരുന്നു, തെഹ്ത തെഹ്ത എന്നുള്ളതാണ് ഇവിടെ എന്ത് ലർഫായിട്ട് വരുന്നത്. പിന്നെ സ അസാവിക ഓദ, ഓദ നാളെ സമയം കാണിക്കുകയാണ്. ഇനി മൂന്നാമത്തേത് അൽ കിതാബു ബൈനൽ ദുഫ്രൈനി. ബൈന എന്നുള്ളതാണ് അവിടെ ലർഫായിട്ട് വരുന്നതെന്ന് അർത്ഥം. പിന്നെ റജഅതു മസാ, മസാ എന്നാണ് അവിടെ എന്ത് ലർഫായിട്ട് വരുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഇതേ എന്ന് പഠിക്കാനുള്ളൂ. ലർഫ് മക്കാനും ലർഫ് സമാനും വളരെ സിമ്പിളാണ്. മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, സ്ഥലത്തെ കാണിക്കുന്നത്. പിന്നെ സമാൻ എന്ന് പറഞ്ഞത് കാലത്തെ കാണിക്കുന്നത്. അപ്പോൾ കാലത്തെ കാണിക്കുന്നതും സ്ഥലത്തെ കാണിക്കുന്നതുമായ രണ്ട് ദർഫുകളുണ്ട്. ആ ദർഫിന് ഉദാഹരണങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു. മുകളിൽ, താഴത്ത്, പിന്നിൽ, വയ്യിൽ എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ ദർഫിന് വരുന്ന ശേഷം വരുന്ന ഇസ്മിന് ജറുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ദർഫിൻ്റെ ശേഷം വരുന്ന ഇസ്മിന് കെസറുണ്ടായിരിക്കും അഥവാ ജറായിരിക്കും എന്നർത്ഥം. ഇത്രയും നമുക്ക് ദർഫിൻ്റെ പാഠത്തിൽ പഠിക്കാനാണ്. ഇൻഷാ അല്ലാഹ് കേട്ടാൻ സാധിച്ച് ഞാൻ തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാണ്.